ഏവർക്കും ദേവു സ്റ്റഡി വേൾഡിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ LPUP എക്സാമിനോടനുബന്ധിച്ചിട്ടുള്ള സൈക്കോളജിയുടെ ഒരു പ്രധാന ടോപ്പിക്കാണ് മനോവിശ്ലേഷണ സമീപനം അല്ലെങ്കിൽ സൈക്കോ അനാലിസിസ് അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അപ്പോൾ നമ്മൾ LPUP എക്സാമിന് വേണ്ടിയിട്ട് ഒരു ടെലഗ്രാം ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ളവർ അതിൽ ജോയിൻ ചെയ്യുക. നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മനോവിശ്ലേഷണ സമീപനം എന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് സൈക്കോ അനാലിസിസ് എന്ന ടോപ്പിക്ക്. സൈക്കോ അനാലിസിസ് അപ്രോച്ച്. ഇതാണ് നമ്മുടെ മനോവിശ്ലേഷണ സമീപനം അല്ലെങ്കിൽ സൈക്കോ അനാലിസിസ്. ഈ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് മനോവിശ്ലേഷണ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ്. നമുക്കറിയാം സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് മനോവിശ്ലേഷണ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ്. നമുക്കറിയാം അല്ലെ, സിഗ്മണ്ട് ഫ്രോയിഡ് മനോവിശ്ലേഷണ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവാണ്. ഇനി എന്താണ് ഈ മനോവിശ്ലേഷണ സിദ്ധാന്തത്തിലെ പ്രധാന ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ എന്തിനെ കുറിച്ചായിരിക്കും പഠിക്കുന്നതെന്ന് വെച്ചാൽ നമുക്കറിയാം മനസ്സിനെ കുറിച്ചാണ് അല്ലേ. മനസ്സിനെ പ്രത്യേകിച്ച് നമ്മുടെ അബോധ മനസ്സിനെ കുറിച്ചാണ്. അബോധ മനസ്സിനെ കുറിച്ചാണ് പ്രധാനമായിട്ടും പഠിക്കുന്നത്. അബോധ മനസ്സിനെ കുറിച്ചാണ്. അതിൻ്റെ ഉള്ളറയിലേക്കുള്ള ഒരു അന്വേഷണമാണ്. അബോധ മനസ്സിലേക്കുള്ള ഒരു അന്വേഷണമാണ് ഇതിൻ്റെ പ്രധാന ആശയം എന്ന് പറയുന്നത്. അബോധ മനസ്സിലേക്കുള്ള ഒരു അന്വേഷണമാണ് ഇതിൽ നടത്തുന്നത്. അതുമാത്രവുമല്ല, നമ്മുടെ ഓരോ വ്യക്തികളിലും ഉണ്ടാകുന്ന മനോവിഭ്രാന്തികളെ സംബന്ധിച്ച് അദ്ദേഹം അന്വേഷണം നടത്തി. മനോവിഭ്രാന്തികളെ സംബന്ധിച്ച് അന്വേഷണങ്ങൾ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൽ നിന്നും കിട്ടിയ അനുഭവങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും ഒക്കെ ആവിർഭവിച്ച ഒരു സമീപനമാണ് ഈ സൈക്കോ അനാലിസിസ് അല്ലെങ്കിൽ മനോവിശ്ലേഷണ സമീപനം എന്ന് പറയുന്നത്. നമുക്കറിയാം ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലാണ് ചോദ്യങ്ങൾ വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ആശയങ്ങളെല്ലാം തന്നെ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അബോധ ഉള്ളിലേക്കുള്ള ഒരു അന്വേഷണമാണ് മനോവിശ്ലേഷണ സമീപനത്തിൻ്റെ ഒരു ആശയം എന്ന് പറയുന്നത്. കൂടാതെ തന്നെ മനോവിഭ്രാന്തികളെ സംബന്ധിച്ച് നടത്തിയ അന്വേഷണങ്ങളിൽ നിന്നും അതുപോലെ അനുഭവങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും ഒക്കെ ആവിർഭവിച്ച ഒരു സിദ്ധാന്തമാണ് സൈക്കോ അനാലിസിസ് എന്ന് പറയുന്നത്. ഈ ഒരു സൈക്കോ അനാലിസിസിൽ പറയുന്ന പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ വ്യക്തിത്വത്തെ ഒരു മനുഷ്യനെ വളരെയധികം സ്വാധീനിക്കുന്ന രണ്ട് കാര്യങ്ങളിനകത്ത് പറയുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് ലൈംഗികമായ അബോധ സംഘർഷങ്ങൾ. ലൈംഗികമായ അബോധ സംഘർഷവും മറ്റൊന്നാണ് അക്രാമകത്വവും. ഇത് രണ്ടുമാണ് എന്ത് പറയുന്നത് ഈ ഒരു മനുഷ്യന്റെ വ്യക്തിത്വത്തെ വലിയ അളവിൽ സ്വാധീനിക്കുന്നതായിട്ട് ഈ സൈക്കോ അനാലിസിസ് സിദ്ധാന്തം പറയുന്നത്. അപ്പോൾ സൈക്കോ അനാലിസിസ് സിദ്ധാന്ത പ്രകാരം ഒരു മനുഷ്യന്റെ വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന രണ്ട് ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് ലൈംഗികമായ അബോധ സംഘർഷവും മറ്റൊന്നെന്താണ്? അക്രാമകത്വം എന്ന് പറഞ്ഞാൽ അഗ്രഷനാണ് അല്ലെ. അക്രമകത്വം അഗ്രഷനാണ്. ഇത് രണ്ടുമാണ് എന്ത് ചെയ്യുന്നത് ഈ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ സൈക്കോ അനാലിസിസുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ ഈ ഒരു മനുഷ്യ വ്യക്തിത്വത്തിൽ പ്രധാനമായിട്ടും സ്വാധീനിക്കുന്ന രണ്ട് ഘടകങ്ങളായിട്ട് സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നത്. ഇനി അതുകൂടാതെ തന്നെ നമ്മുടെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്ന ഘടകങ്ങൾ സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്ന ഏതൊക്കെയാണ്? ഒന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ വ്യക്തിത്വത്തെ രൂപപ്പെടുന്നതിന് നിർണായക പങ്കുവഹിക്കുന്ന ഘടകം എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ മനസ്സിൽ എന്തുണ്ട്? ബാല്യകാലങ്ങളിലെ ഓരോ അനുഭവവും നമ്മുടെ മനസ്സിൽ ഉണ്ട്. അപ്പോൾ ആ ബാല്യകാല അനുഭവങ്ങൾ അതുപോലെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഈ നമ്മുടെ വ്യക്തിത്വത്തെ രൂപപ്പെടുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്ന ഒന്നാണ് ബാല്യകാല അനുഭവങ്ങൾ. അത് കൂടാതെ ഉള്ളതാണിത് അടിച്ചമർത്തപ്പെട്ട വികാരങ്ങൾ. ബാല്യകാല അനുഭവങ്ങളും അടിച്ചമർത്തപ്പെട്ട വികാരങ്ങൾ. ഇത് രണ്ടുമാണ് എന്ത് ചെയ്യുന്നത് ഒരു വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നതായിട്ട് ആര് പറയുന്നു? ഈ മനോവിശ്ലേഷണ സമീപനത്തിലൂടെ സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നത്.
അപ്പോൾ സിഗ്മണ്ട് ഫ്രോയിഡ് മുന്നോട്ട് വെച്ച ആശയമാണ് ഇത് മനോവിശ്ലേഷണ സമീപനം. ഇതിൽ പ്രധാനമായിട്ടും പറയുന്ന ആശയങ്ങൾ എന്തൊക്കെയാണ്? അതായത് അബോധതലത്തിലേക്കുള്ള അതിൻ്റെ ഉള്ളറയിലേക്കുള്ള ഒരു അന്വേഷണമാണ് ഇത് ഈ ഒരു മനോവിശ്ലേഷണ സമീപനത്തിലൂടെ പറയുന്നത്. അതുകൂടാതെ ഒരു വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളായിട്ട് പറഞ്ഞു ബാല്യകാല അനുഭവം, അതുപോലെ അടിച്ചമർത്തപ്പെട്ട വികാരങ്ങളുമാണെന്ന് പറഞ്ഞു. മനുഷ്യൻ്റെ വ്യക്തിത്വത്തെ വലിയളവിൽ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ഇത് ലൈംഗികമായിട്ടുള്ള അബോധ സംഘർഷവും അക്രമവും. പ്രത്യേകം ശ്രദ്ധിക്കണം, എന്താണ് മനുഷ്യൻ്റെ വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ലൈംഗികമായ അബോധ സംഘർഷവും അതുപോലെ അക്രാമകത്വവുമാണ്. എന്നാൽ വ്യക്തിത്വം രൂപപ്പെടുത്തുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അത് ആ ഘടകങ്ങളാണ് ബാല്യകാല അനുഭവവും അതുപോലെ അടിച്ചമർത്തപ്പെട്ട വികാരങ്ങളും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മനോവിശ്ലേഷണ സമീപനത്തിലെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചവരെങ്കിൽ വക്താക്കൾ. നമുക്ക് ഒന്നാമത്തെ ആളെ നമ്മൾ പറഞ്ഞു സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് അല്ലേ. സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് മനോവിശ്ലേഷണ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവെന്ന് പറഞ്ഞു. എന്നാൽ ഇത് കൂടാതെ മനോവിശ്ലേഷണ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് ഇതിൽ പങ്ക് വഹിച്ചിട്ടുള്ള മറ്റു വ്യക്തികൾ ആരൊക്കെയാണ്? ഒന്നാമത്തെ ആളാണ് കാൾ യൂങ്. ആൽഫ്രഡ് അഡ്ലർ, അതുപോലെ വില്യം റീച്ച്. അപ്പോൾ ആരൊക്കെയാണ് ഇതിൻ്റെ പ്രധാന വ്യക്തികൾ? ഏതൊക്കെയാണ്? മനോവിശ്ലേഷണ സിദ്ധാന്തവുമായി പങ്കുവഹിച്ചവർ അല്ലേ. ഇതുമായി പങ്കുവച്ച നമുക്കൊരാളെ നമുക്കറിയാം, ഇതിൻ്റെ ഉപജ്ഞാതാവാണ് സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. അതുകൂടാതെ കാൾ യൂങ്, ആൽഫ്രഡ് അഡ്ലർ, വില്യം റീച്ച്. നമുക്കറിയാം ഈ ചോദ്യം ചോദിക്കും താഴെ തന്നിരിക്കുന്നതിൽ മനോവിശ്ലേഷണ സമീപനവുമായി ബന്ധമില്ലാത്തത് ആരൊക്കെയെന്ന് ചോദിച്ചിട്ട് ഇതൊക്കെ തരുകയാണെങ്കിൽ നമ്മളത് ഓർത്തിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് എടുത്തു പറയുന്നത്. അപ്പോൾ മനോവിശ്ലേഷണ സമീപനവുമായി ബന്ധപ്പെട്ടത് ആരൊക്കെയാണ്? നമുക്കറിയാം ഇതിൻ്റെ ഉപജ്ഞാതാവ് സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. അതുകൂടാതെ കാൾ യൂങ്, ആൽഫ്രഡ് അഡ്ലർ, വില്യം റീച്ച്. കാൾ യൂങ്, ആൽഫ്രഡ് അഡ്ലർ, വില്യം റീച്ച് ഇവരും എന്തുമായി ബന്ധപ്പെട്ടതാണ്? സൈക്കോ അനാലിസിസ് അല്ലെങ്കിൽ മനോവിശ്ലേഷണ സമീപനവുമായി ബന്ധപ്പെട്ട വ്യക്തികളാണ്. അപ്പോൾ നമ്മളിനി നോക്കാൻ പോകുന്നത് സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ മനോവിശ്ലേഷണ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെ. മനോവിശ്ലേഷണ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതിൽ മൂന്നായിട്ടാണ് അദ്ദേഹം തിരിച്ചിരിക്കുന്നത്. നമുക്ക് എന്ത് കാര്യങ്ങൾ നമ്മൾ ചോദിച്ചാലും അവിടെ ഇത്, ഈഗോ അല്ലെ, ലിബിഡോ അല്ലെങ്കിൽ ബോധമനസ്സ്, അബോധ മനസ്സെന്നൊക്കെ എഴുതും. പക്ഷെ അതെന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ആൻസർ ചെയ്യാനായിട്ട് അല്ലേ. അപ്പോൾ ഏതുമായി ബന്ധപ്പെട്ടതാണ് ഈ ബോധമനസ്സ് എന്ന് പറയുന്നത്? അത് എത്ര ആയിട്ട് തിരിച്ചിട്ടുണ്ട്. പക്ഷെ ആദ്യം നമ്മൾ പഠിക്കേണ്ടത് എന്താണ്? ഇതാണ് പഠിക്കേണ്ടത്. അപ്പം സിഗ്മണ്ട് ഫ്രോയിഡ് എന്താണ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മനോവിശ്ലേഷണ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പൊതുവെ 3 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതായത് വ്യക്തിത്വത്തിൻ്റെ ചലനാത്മക സിദ്ധാന്തം, വ്യക്തിത്വത്തിൻ്റെ ഘടനാ സിദ്ധാന്തം, അതുപോലെ മൂന്നാമത്തത് മനോലൈംഗിക വികാസ സങ്കല്പങ്ങൾ. എന്നിങ്ങനെ 3ആയിട്ടാണ് എന്ത് തിരിച്ചിരിക്കുന്നത്? മനോവിശ്ലേഷണ സമീപനവുമായി ബന്ധപ്പെട്ട് പൊതുവെ 3ആയിട്ടാണ് തിരിച്ചത്. അപ്പോൾ പൊതുവെ തിരിച്ചിരിക്കുന്നത് എത്രയായിട്ടാണ് ചോദിച്ചാൽ ഏതാണ്? 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. പൊതുവെ തിരിച്ചിരിക്കുന്നത് എത്രയാണ്? 3ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഇനി ഇതിൽ വരുന്നതാണോ നമ്മൾ ഇത്, ഈഗോയൊക്കെ ഇതിൽ ഓരോന്നിലും വരുന്നതാണ് നമ്മളത് പറയാതെ നമ്മുടെ സൈക്കോ അനാലിസിസിനെ 3ആയിട്ട് തിരിച്ചിരിക്കുന്നതല്ല ഇത്, ഈഗോ, സൂപ്പർ ഈഗോ എന്നത്. അപ്പോൾ ശ്രദ്ധിച്ച് പഠിക്കുക. അപ്പോൾ പൊതുവെ മനോവിശ്ലേഷണ സമീപനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ പൊതുവെ എത്രയായിട്ട് തിരിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ 3ആണ്. അത് ഏതൊക്കെയാണ്? വ്യക്തിത്വത്തിൻ്റെ ചലനാത്മക സിദ്ധാന്തം, വ്യക്തിത്വത്തിൻ്റെ ഘടനാ സിദ്ധാന്തം, മനോലൈംഗിക വികാസ സങ്കല്പങ്ങൾ. ഇനി ഓരോന്നിലും ഉൾപ്പെടുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഒന്നാമത്തേതാണ് ഇത് വ്യക്തിത്വത്തിൻ്റെ ചലനാത്മക സിദ്ധാന്തം എന്ന് പറയുന്നത്. വ്യക്തിത്വത്തിൻ്റെ ചലനാത്മക സിദ്ധാന്തത്തിലാണ് എന്ത് വരുന്നത്? മനസ്സിൻ്റെ 3 തലങ്ങൾ വരുന്നത്. വ്യക്തിത്വത്തിൻ്റെ ചലനാത്മക സിദ്ധാന്തത്തിലാണ് എന്ത് വരുന്നത്? മനസ്സിൻ്റെ 3 തലങ്ങൾ വരുന്നത്. അപ്പം 3 തലങ്ങളാണ്. മനസ്സിൻ്റെ 3 തലങ്ങളുണ്ടെന്ന് പറഞ്ഞത് ആരാണ്? സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. എത്ര തലങ്ങളാണ് മനസ്സിനുള്ളത്? 3 തലങ്ങളാണ്. നമുക്കറിയാം ഏതൊക്കെയാണ്? ഒന്ന് ഏതാണ്? ബോധമനസ്സ് അല്ലെ, ബോധമനസ്സ്, ഉപബോധ മനസ്സ്, പിന്നെ അബോധ മനസ്സ്. അങ്ങനെ 3ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത് അല്ലേ. 3 തലങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ബോധ മനസ്സ്, ഉപബോധ മനസ്സ്, അബോധ മനസ്സ്. ഈ തലങ്ങൾ ഏതിലാണ് വരുന്നതെന്ന് ചോദിച്ചാൽ ഏതാണ്? വ്യക്തിത്വത്തിൻ്റെ ചലനാത്മകവുമായി സംബന്ധിച്ചിട്ടാണ്. അതിലാണ് എന്ത് വരുന്നത്? 3 തലങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നത്. ബോധ മനസ്സ്, ഉപബോധ മനസ്സ്, അബോധ മനസ്സ്. ഇനി എന്താണ് ഈ തലങ്ങളെന്നും അവ ഓരോന്നിനെ കുറിച്ചും നമുക്ക് നോക്കാം.
എന്താണ് ബോധമനസ്സെന്ന് പറഞ്ഞാൽ? സാധാരണ നിലയിലുള്ള മനസ്സാണ് ബോധമനസ്സ്. നമുക്കറിയാം എന്താണ് നമ്മുടെ ബോധത്തിലുള്ള കാര്യങ്ങൾ, അല്ലെ സാധാരണ നിലയിലുള്ള മനസ്സാണ് ബോധമനസ്സെന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ പ്രായോഗിക തലത്തിൽ നാം നിത്യേന ഉപയോഗിക്കുന്ന ഓർമ്മകൾ അടങ്ങിയതാണ് ഏത്? ബോധമനസ്സ്. അപ്പോൾ സാധാരണയുള്ള മനസ്സിനെ നമുക്ക് എന്ത് പറയാം? ബോധമനസ്സാണ്. നമുക്ക് ഓർത്തെടുക്കാനും നമുക്ക് നമ്മുടെ ദൈനംദിനമായിട്ടുള്ള കാര്യങ്ങൾ, നിത്യേനയുള്ള കാര്യങ്ങളെല്ലാം ഏതിൽ വരുന്നതാണ്? ബോധമനസ്സിൽ വരുന്നതാണ്. ഇനി നമുക്ക് പ്രത്യക്ഷത്തിൽ അറിയാവുന്നതും ഓർമ്മിക്കാൻ കഴിയുന്നതുമായിട്ടുള്ള അനുഭവങ്ങളെല്ലാം ഇതിൽ വരും, ബോധമനസ്സിൽ വരും. അപ്പോൾ ഒരു പ്രത്യേക സന്ദർഭത്തിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഈ നമ്മുടെ ബോധത്തിൻ്റെ ഉപരിതലത്തിൽ ലഭ്യമായ ഓർമ്മകൾ, ചിന്തകൾ, ആഗ്രഹങ്ങൾ എന്നിവയെല്ലാം ഏത് തലത്തിലാണ് ഉൾപ്പെടുന്നത് വെച്ചാൽ ബോധമനസ്സിലാണ്. അപ്പോൾ ബോധമനസ്സെന്ന് പറഞ്ഞാൽ എന്താണ്? സാധാരണ മനസ്സാണെന്നും നമ്മുടെ ദൈനംദിനമുള്ള കാര്യങ്ങളെല്ലാം ബോധമനസ്സിലാണ് ഉള്ളത്. ഇനി അടുത്തതാണ് ഉപബോധ മനസ്സെന്ന് പറയുന്നത്. എന്താണ് ഉപബോധ മനസ്സെന്ന് പറയുന്നത്? ഉപബോധ മനസ്സെന്ന് വെച്ചാൽ വളരെ ചെറിയൊരു ഭാഗമാണ്, അല്ലേ? അപ്പോൾ ഉപബോധ മനസ്സെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ബോധതലത്തിൽ ഇല്ല, പക്ഷെ എന്താണ് നമുക്ക് കുറച്ച് ആലോചിക്കുകയാണെങ്കിൽ നമുക്ക് ബോധതലത്തിൽ നിന്ന് തലത്തിലോട്ട് കൊണ്ടുവരാൻ കഴിയും, അല്ലേ? നമുക്ക് ചില കാര്യങ്ങൾ നമ്മൾ മറന്നു പോയിട്ടുണ്ടാവും, എന്നാൽ നമ്മൾ ഓർത്തെടുക്കുകയാണെങ്കിൽ നമുക്കത് ബോധതലത്തിലൂടെ ആക്കും. ഉപബോധതലം വെച്ചാൽ അങ്ങനെയുള്ള നമുക്കൊന്ന് മറന്നുപോയ കാര്യം, പക്ഷേ നമുക്കത് കുറച്ച് ശ്രമിച്ചാൽ നമുക്കത് ഓർത്തെടുത്താൽ കിട്ടുമെന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്, ഉപബോധ തലത്തിൽ വരുന്നത്. അപ്പോൾ ബോധമനസ്സിനും അബോധ മനസ്സിനും ഇടയിലുള്ളതാണ് ആര്? ഉപബോധ മനസ്സെന്ന് പറയുന്നത്. നമ്മുടെ പലപ്പോഴും നമ്മുടെ സ്വപ്നങ്ങൾ ഉണ്ടാകുന്നത് അബോധതലത്തിൽ അന്തർലീനമായിരിക്കുന്ന അനുഭവങ്ങൾക്ക് പ്രതീകവൽകൃതമായിട്ട് എന്ത് ചെയ്യും? ഉപബോധ മനസ്സിലേക്ക് ഉയരുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? സ്വപ്നങ്ങൾ കാണുന്നത്. അപ്പോൾ ഈ അബോധതലത്തിൽ കിടക്കുന്ന കാര്യങ്ങൾ ഉപബോധതലത്തിലേക്ക് ഉയർന്നു വരും. ബോധതലത്തിലേക്ക് ഒരിക്കലും ഉയർന്നു വരത്തില്ല, അല്ലേ? എങ്ങോട്ടേക്ക് ഉയർന്നു? ഉപബോധതലത്തിലേക്ക് ഉയർന്നു വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്വപ്നങ്ങൾ കാണുന്നത്. അപ്പോൾ സ്വപ്നങ്ങൾ കാണുന്നത് എവിടെയാണ്? ഉപബോധ മനസ്സിലാണ് നമ്മൾ സ്വപ്നങ്ങൾ കാണുന്നത്. അടുത്തതാണ് ഏത്? നമുക്കറിയാം അബോധതലം, അല്ലേ? നമ്മുടെ ബോധതലത്തിൻ്റെ 3 തലങ്ങളിൽ ഏറ്റവും വലുതാണ് ഏത്? അബോധതലം എന്ന് പറയുന്നത്. ഏറ്റവും ചെറുത് ഏതാണ്? ബോധതലം ഏറ്റവും ചെറുതെന്ന് പറഞ്ഞാൽ ഏതാണ്? ബോധതലമാണ്. അപ്പോൾ ഏറ്റവും വലുത് ഏതാണ്? അബോധ മണ്ഡലമാണ്. അബോധ മനസ്സാണ് ഏറ്റവും വലുത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ അബോധ മനസ്സെന്ന് പറയുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ ഫ്രോയിഡിൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തലമാണേത്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തലമാണേത്? അബോധ തലം എന്ന് പറയും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തലമാണ് അബോധ തലം എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ മനുഷ്യൻ്റെ വ്യവഹാരത്തിൽ ഏറ്റവും അധികം സ്വാധീനം ചെലുത്തുന്ന ഒരു തലമാണ് അബോധതലം. അപ്പോൾ വ്യക്തിയുടെ വ്യവഹാര ശൈലിയും അതുവഴി വ്യക്തിത്വവും നിർണ്ണയിക്കുന്നത് അബോധ മനസ്സിൽ ഒളിച്ചു വയ്ക്കുന്ന അനുഭവങ്ങളും ആഗ്രഹങ്ങളുമാണ്. ഇപ്പോൾ നമ്മുടെ ഒരു വ്യക്തിയുടെ വ്യവഹാര ശൈലിയും അതുപോലെ തന്നെ വ്യക്തിത്വവും ഒക്കെ നിർണ്ണയിക്കുന്നത് ഏതാണ്? നമ്മുടെ അബോധതലത്തിൽ നമ്മൾ ഒളിച്ചു വെച്ചിരിക്കുന്ന, നമ്മൾ മറച്ചു വെച്ചിരിക്കുന്ന കുറേ അനുഭവങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ നമ്മുടെ അബോധതലത്തിലുണ്ട്. നമുക്ക് ഒത്തിരി കഴിവുകൾ, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അബോധതലത്തിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. അതൊക്കെ നമ്മൾ എവിടെയാണ് കിടക്കുന്നത്? അബോധതലത്തിലാണ്. ഇതാണ് നമ്മുടെ എന്തിനെ നിർണ്ണയിക്കുന്നത്? നമ്മുടെ വ്യവഹാര ശൈലിയെയും നമ്മുടെ വ്യക്തിത്വത്തെയും നിർണ്ണയിക്കുന്നത്. അപ്പം നമ്മുടെ മനസ്സിൻ്റെ ഈ തലത്തിനെ മഞ്ഞുമലയോട് സാദൃശ്യം, ഈ തലങ്ങളെ നമ്മൾ ഒരു മഞ്ഞും ഐസ്ബർഗിനോടാണ് അതിൽ സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഐസ്ബർഗിനോട് സാദൃശ്യപ്പെടുത്തുകയാണെങ്കിൽ നമുക്കറിയാം ഒരു ഐസ്ബർഗ് എന്ന് പറയുമ്പോഴത്തേക്കും, അല്ലേ, കുറച്ച് ഭാഗം മാത്രമേ വെള്ളത്തിന് മുകളിലേക്ക് കാണുന്നുള്ളൂ. ഈ ഒരു തലമാണ് ബോധതലം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കുറച്ച് ഭാഗമേ വെള്ളത്തിന് മുകളിലേക്ക് കാണുന്നുള്ളൂ. ഇതിനിടയിലുള്ള ഒരു ഭാഗമാണ് ഇത്? ഉപബോധം, അല്ലേ? ബോധത്തിനും അബോധത്തിനും ഇടയിലുള്ള ഭാഗം ഉപബോധം. എന്നാൽ താഴേക്ക് വിപുലമായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ആ വലിയ ഭാഗം, ആരും കാണാത്ത, ആർക്കും അറിയാത്ത ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഈ ഒരു തലമാണ് ഇത്? അബോധതലം എന്നിട്ട് ഈ അബോധതലമാണ് ഏറ്റവും വലുത് എന്ന് പറയുന്നത്. അബോധതലമാണ് ഏറ്റവും വലുത് എന്ന് പറയുന്നത്. നമ്മുടെ എല്ലാ കാര്യങ്ങളും ഒളിഞ്ഞിരിക്കുന്നത് എവിടെയാണ്? അബോധ തലത്തിലാണ് ഒളിഞ്ഞിരിക്കുന്നത്. അപ്പോൾ സിഗ്മണ്ട് ഫ്രോയിഡ് മനസ്സിൻ്റെ ആഴങ്ങളിൽ മറഞ്ഞിരിക്കുന്ന തലത്തെയാണ് എന്തിനോട് പറഞ്ഞിരിക്കുന്നത്? ആ ഒരു വലിയ ഐസ്ബർഗിൻ്റെ ഏറ്റവും വലിയ ഭാഗം പറഞ്ഞു. അപ്പോൾ ഏറ്റവും വലുത് ഏതാണ്? നമ്മുടെ അബോധ തലമാണ്. ഇനി നമ്മുടെ ജന്മസിദ്ധമായിട്ടുള്ള നമുക്ക് ജന്മനാ കുറച്ച് വാസനകളുണ്ട്, അല്ലെ? ഇൻസ്റ്റിങ്ക്റ്റ് ആയിട്ട്, അല്ലെ? കുറച്ച് വാസനകളുണ്ട്. ആ വാസനകളിലേക്ക് സംഭരണിയായിട്ട് പറയുന്നതും ഏതാണ്? അബോധതലമാണ്. ജന്മസിദ്ധമായ വാസനകളുടെ സംഭരണിയാണ് ഏത്? അബോധതലം എന്ന് പറയുന്നത്, അല്ലെ? അതൊന്നും നമ്മൾ തേച്ചു മിനുക്കി എടുത്തില്ല. അപ്പം എടുക്കാഞ്ഞതുകൊണ്ട് അതവിടെ ഉറച്ചുപോയി, അല്ലെ? അബോധതലത്തിലേക്ക് മറഞ്ഞുപോയി. അതാണ് അബോധതലം. അപ്പം ഒരുപാട് കഴിവുകൾ, നമ്മളിലുള്ള കഴിവുകളെല്ലാം എവിടെയാണ്? അബോധതലത്തിൽ മറഞ്ഞു
അപ്പോൾ ഫ്രോയിഡിൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും വലിയ തലം അബോധതലമാണ്. അപ്പോൾ നമ്മുടെ മനസ്സിലെ നമ്മുടെ എല്ലാ കാര്യങ്ങളും മറഞ്ഞിരിക്കുന്ന വേദനാജനകമായ അനുഭവങ്ങൾ, ആഗ്രഹങ്ങൾ, മറഞ്ഞിരിക്കുന്ന ഓർമ്മകൾ, ഇതെല്ലാം എവിടെയാണ്? ഈ അബോധതലത്തിലാണ് ശേഖരിച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാനസിക പ്രശ്നങ്ങളുള്ളവരിൽ നമ്മൾ എന്താ ചെയ്യുന്ന, ഫ്രോയിഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മാർഗം എന്ന് പറഞ്ഞാൽ ഡ്രീം അനാലിസിസ്. സ്വപ്നങ്ങളെ അപഗ്രഥിച്ചുകൊണ്ടാണ് ആ ഒരു മാനസിക പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു വലിയ ഇതിൽ കിടക്കുന്ന മനസ്സിൻ്റെ വേദനകളെല്ലാം എന്ത് ചെയ്യും? സ്വപ്ന അപഗ്രഥനത്തിലൂടെ നമുക്ക് ഉപബോധ മനസ്സിലേക്ക് കൊണ്ടുവന്ന് അതിലൂടെ നമുക്കതിനെ അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ നമ്മൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ പറയാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ ചിലപ്പോൾ അറിയാതെ നമ്മുടെ വായിൽ നിന്ന് വീണു പോകും. അതെന്താണ് കാരണം? അത് നമ്മുടെ മനസ്സിനുള്ളിൽ കിടപ്പുണ്ട് ചില കാര്യങ്ങൾ. അപ്പോൾ അത് നമ്മൾ ഓർക്കാണ്ട് പറഞ്ഞ് പോകുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് എന്ന് പറയുന്നത് വ്യക്തിത്വത്തിൻ്റെ ചലനാത്മകമായ സിദ്ധാന്തത്തിൽ വരുന്നതാണ് 3 തലങ്ങൾ: ബോധതലം, ഉപബോധതലം, അബോധതലം എന്ന് പറയുന്നത്. അടുത്തത് എന്താണ്? വ്യക്തിത്വത്തിൻ്റെ ഘടനാ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടും മൂന്നായിട്ട് വ്യക്തിത്വത്തിൻ്റെ മനോഘടനയെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട് അല്ലേ? സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റി, വ്യക്തിത്വത്തിൻ്റെ മനോഘടനയെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഇത്, അഹം, അത്യം, ഈഗോ, സൂപ്പർ ഈഗോ എന്നിങ്ങനെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഫ്രോയിഡിൻ്റെ അഭിപ്രായത്തിൽ ഇത് 3ഉം ചേരുന്നതാണ് എന്ത്? വ്യക്തിത്വ ഘടന എന്ന് പറയുന്നത്. ഇതും അഹവും അത്യഹവും കൂടി ചേരുന്നതാണ് വ്യക്തിത്വ ഘടന എന്ന് പറയുന്നത്. ഇനി ഇതെന്താണെന്ന് നോക്കാം. ഇതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം മനുഷ്യ മനസ്സിലെ പ്രാകൃത വിചാരമാണ്. ഇതെന്ന് പറയുന്നതാണ് പ്രാകൃത വിചാരമാണ്. മനുഷ്യ മനസ്സിൻ്റെ പ്രാകൃത വിചാരമാണ് ഇത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിനെന്തില്ല? സാൻമാർഗിക ബോധമോ ധാർമ്മിക ബോധമോ ഒന്നും എന്തിൽ ചിന്തിക്കുന്നില്ല. ഇത് എന്നതിൽ ചിന്തയിൽ വരുന്നില്ല. എന്തിനു മാത്രം അവിടെ പ്രാധാന്യമുള്ളൂ? അപ്പോൾ ജനനം മുതൽ തന്നെ ഒരു വ്യക്തിയിൽ കാണപ്പെടുന്ന വ്യക്തിത്വ ഘടനയാണ് ഇത്. ജനനം മുതൽ ഒരു വ്യക്തിയിൽ കാണപ്പെടുന്ന വ്യക്തിത്വ ഘടനയാണ് ഇത്. ജനനം മുതൽ ഒരു വ്യക്തിയിൽ കാണപ്പെടുന്ന വ്യക്തിത്വ ഘടനയാണ് ഇത്. അതായത് എൻ്റെ കാര്യങ്ങൾ നടക്കണം. അപ്പോൾ വ്യക്തികളുടെ ആഗ്രഹങ്ങൾ, ശാരീരിക ആവശ്യങ്ങൾ, പെട്ടെന്നുണ്ടാകുന്ന പ്രതികരണങ്ങൾ, ലൈംഗിക വികാരങ്ങൾ എന്നിവയുടെയൊക്കെ ഉറവിടം ഏത് തന്നെയാണ്? ഇത് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനുള്ള ത്വര ഉണ്ടാകുന്നത് ഇതിൻ്റെ പ്രേരണ മൂലമാണ്. സുഖതത്വം അനുസരിച്ച്, അപ്പോൾ ഇതെന്തനുസരിച്ച് പ്രവർത്തിക്കുന്നതാണ്? അപ്പോൾ പ്രാകൃത വിചാരമാണെന്ന് പറഞ്ഞു. അതുപോലെ ഇത് പ്രവർത്തിക്കുന്നത് സുഖതത്വം അനുസരിച്ചാണ്. ആര് പ്രവർത്തിക്കുന്നത്? ഇത് പ്രവർത്തിക്കുന്നത്. സുഖതത്വം, പ്രിൻസിപ്പിൾ ഓഫ് പ്ലഷർ ആണ്. സുഖതത്വം അനുസരിച്ചാണ്. ഒരു വ്യക്തിയുടെ മാനസിക പ്രവർത്തനങ്ങൾക്ക് വേണ്ട ഊർജം പ്രദാനം ചെയ്യുന്നത് ഏതാണ്? ഇതാണ് അല്ലെ? മാനസിക പ്രവർത്തനങ്ങൾക്ക് വേണ്ട ഊർജം പ്രദാനം ചെയ്യുന്നത് ഏതാണ്? ഇതാണ്. അതുപോലെ ഫ്രോയിഡ് പറഞ്ഞിരിക്കുന്ന ഒരു വാക്കാണ് ലിബിഡോ അല്ലെങ്കിൽ ലൈംഗിക തൃഷ്ണ എന്ന് പറയുന്നത്. അപ്പോൾ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്തിനെയാണ്? ഇതിനെയാണ്. അപ്പോൾ ലിബിഡോ എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? ഇതിനെയാണ്. അപ്പോൾ നമുക്കറിയാം ജീവിതത്തിൻ്റെ നിർണായക ചോദകമായ ലിബിഡോ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഇതാണ്. അപ്പോൾ ഈ ലിബിഡോയ്ക്ക് 2 ഭാഗങ്ങളുണ്ട് അല്ലേ? ലിബിഡോ എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനാണെന്ന് പറഞ്ഞു? ഇതിനെയാണെന്ന് പറഞ്ഞു. എന്നാൽ ലിബിഡോ എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു? ലിബിഡോ എന്ന് പറയുന്നത് ലൈംഗിക തൃഷ്ണയാണ്. അപ്പോൾ ഇതിന് 2 മുഖങ്ങളാണെന്ന് പറഞ്ഞാൽ ലിബിഡോയ്ക്ക് 2 മുഖങ്ങളുണ്ട്. അപ്പോൾ ലൈംഗിക തൃഷ്ണ എന്ന് പറയുന്ന ഈ ലിബിഡോയ്ക്ക് 2 മുഖങ്ങളുണ്ട്. ഒന്ന് ഈറോസ്, മറ്റൊന്ന് താനറ്റോസ്. ഈറോസും താനാറ്റോസും. എന്താണ് ഈറോസ് എന്ന് പറഞ്ഞാൽ? ഈറോസ് എന്ന് പറഞ്ഞാൽ അത് ലൈംഗികതയാണ് അല്ലേ? ഈറോസ് എന്ന് പറഞ്ഞാൽ ലൈംഗികത. ഈറോസ് എന്താണ്? ലൈംഗികതയാണ്. മറ്റൊന്നെന്താണ്? അക്രമവാസന അല്ലേ? ആക്രമണവാസനയാണ്. അപ്പോൾ ഈറോസ് ലൈംഗികതയും മറ്റൊന്ന് താനറ്റോസ് എന്താണ്? ആക്രമണ വാസനയാണ്. അപ്പോൾ ഈ 2ഉം കൂടി ചേരുന്നതാണ് ഈ ലിബിഡോ എന്ന് അദ്ദേഹം പറഞ്ഞു. ലിബിഡോയുടെ 2 മുഖങ്ങളാണ് ഈറോസും താനറ്റോസും എന്ന് പറയുന്നത്. ഇത് രണ്ടും എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം? ലൈഫ് എന്ന് പറയുന്നത് ഈ 2എണ്ണത്തിന്, ഈറോസിനും താനറ്റോസിനും ഇടയിലായിട്ട് ഒരു കോംപ്രമൈസ് നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്ട്സ് നടക്കുന്നുണ്ട് ഈറോസിനും തനാറ്റോസിനും ഇടയിലായിട്ട്. അതാണ് ജീവിതം എന്നാണ് ആര് പറയുന്നത്? ഫ്രോയിഡ്. അപ്പോൾ ഫ്രോയിഡ് പറയുന്നത് എന്താണ്? ലൈഫ് ഈസ് എ കോൺഫ്ലിക്റ്റ് ആൻഡ് കോംപ്രമൈസ് ബിറ്റ്വീൻ ലൈഫ് ഇൻസ്റ്റിങ്ക്റ്റ് ആണ് ഈറോസ് അല്ലേ? അതുപോലെ ഡെത്ത് ഇൻസ്റ്റിങ്ക്റ്റ് ആണ് താനറ്റോസ് എന്ന് പറയുന്നത്. ഇതിന് 2നും ഇടയിലുള്ള ഒരു കോൺഫ്ലിക്റ്റിൻ്റെയും കോംപ്രമൈസുമാണ് ജീവിതം എന്നാണ്
ഫ്രോയിഡ് അഭിപ്രായപ്പെടുന്നത്. ലൈഫ് ഈസ് എ കോൺഫ്ലിക്റ്റ് ആൻഡ് കോംപ്രമൈസ് ബിറ്റ്വീൻ ലൈഫ് ഇൻസ്റ്റിങ്ക്റ്റ് ഈറോസ് ആൻഡ് ഡെത്ത് ഇൻസ്റ്റിങ്ക്റ്റ് താനറ്റോസ് എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ഫ്രോയിഡാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നതിൽ ഉൾപ്പെടുന്നതാണ് ലിബിഡോ എന്ന്. അപ്പോൾ ഇതിനെ വിശേഷിപ്പിക്കുന്ന മറ്റൊന്നാണ് ലിബിഡോ എന്ന് പറയുന്നത്. അപ്പോൾ ലിബിഡോ എന്ന് പറയുന്നത് ലൈംഗിക തൃഷ്ണയുടെ രണ്ട് മുഖങ്ങൾ ഈറോസും താനറ്റോസും. അടുത്തതാണ് അഹം എന്ന് പറയുന്നത്. നമുക്കറിയാം അഹം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ നിയന്ത്രിക്കുന്നത്, അല്ലേ, നമ്മളെ അടക്കുന്നത്, നമ്മുടെ ഇതിലെന്ത് പറഞ്ഞാൽ എന്താണ്? പ്രാകൃത വിചാരങ്ങൾ, പോലെ നമുക്ക് സുഖം വേണം, അല്ലെ, എനിക്കെല്ലാം വേണം എന്നുള്ളതാണ്. നമുക്ക് വിശപ്പ് തോന്നുമ്പോൾ, അല്ലെ, വിശപ്പ് തോന്നുമ്പോൾ ഭക്ഷണം കഴിക്കണം, അല്ലെ, ഭക്ഷണത്തിനായിട്ട് കാത്തിരിക്കാനുള്ളൊരു ക്ഷമയില്ലാതെ വരുന്നതൊക്കെ ഇതാണെന്ന് പറഞ്ഞു. അപ്പം ഈ ഇതിനെ നമുക്കൊന്ന് അടക്കി നിർത്താൻ എന്ത് വേണം? അഹമാണ്. ഇതിനെ അടക്കി നിർത്തുന്നത് എന്താണ്? അഹമാണ്. ഈ അഹം പ്രവർത്തിക്കുന്ന എന്തനുസരിച്ചാണ്? യാഥാർത്ഥ്യ ബോധം അനുസരിച്ച്. അപ്പം അഹം പ്രവർത്തിക്കുന്ന എന്തനുസരിച്ചാണ്? യാഥാർത്ഥ്യ ബോധത്തെ അനുസരിച്ച്. യാഥാർത്ഥ്യ ബോധം അല്ലെങ്കിൽ ധാർമ്മിക ബോധത്തെ അനുസരിച്ച് പ്രവർത്തിക്കുന്നതാണ് ഇത്. യാഥാർത്ഥ്യ ബോധത്തെ അനുസരിച്ച് പ്രവർത്തിക്കുന്നതാണ് അഹം. ഇത് സുഖതത്വമാണെങ്കിൽ ഇത് അഹം. യാഥാർത്ഥ്യ ബോധത്തെ അനുസരിച്ച് പ്രവർത്തിക്കുന്നതാണ് ഇത് അഹം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു നിയന്ത്രണ ഘടകമായി പ്രവർത്തിക്കുന്നതാണ് അഹം. നിയന്ത്രിക്കുന്നതാണ്, അല്ലേ. അപ്പോൾ ഇതിനെ നിയന്ത്രിക്കുന്നു. അപ്പോൾ ഇത് എന്ന് പറയുന്നത് ആത്മനിഷ്ഠമായ അനുഭവങ്ങൾ മാത്രം പരിഗണിക്കുമ്പോൾ ഈഗോ എന്ന് പറയുന്നത് എന്ത് പരിഗണിക്കുന്നു? ആത്മനിഷ്ഠമായ അനുഭവങ്ങളെയും വസ്തുനിഷ്ഠമായ ശരികളെയും വേർതിരിക്കുന്നു. ഇത് ആത്മനിഷ്ഠമാണ്. ഇതെന്താണ്? ആത്മനിഷ്ഠമായതും വസ്തുനിഷ്ഠവുമായിട്ടുള്ള ശരികളെ വേർതിരിക്കുന്നു. ഇത് ആത്മനിഷ്ഠം, ഇത് വസ്തുനിഷ്ഠമായ ശരികളെ വേർതിരിക്കുന്നതാണ് അഹം. അപ്പം നിയന്ത്രിക്കുന്നത് അഹമാണ്. യാഥാർത്ഥ്യബോധത്തോടുകൂടി പെരുമാറുന്നത് അഹമാണ്. വസ്തുനിഷ്ഠമായ ശരികളെ മനസ്സിലാക്കുന്നതും അഹമാണ്. അപ്പോൾ അത്യഹത്തിൻ്റെ സമ്മർദ്ദത്തിൽ നിന്ന് വ്യക്തിയെ സന്തുലനത്തോടെ സംരക്ഷിക്കുന്നതും എന്താണ്? അഹമാണ്. അഹം അല്ലെങ്കിൽ ഈഗോയാണ്. അപ്പോൾ അത്യഹം എന്ന് പറയുന്നത് എന്താണ്? ഒരു സമ്മർദ്ദമാണ്, അല്ലേ. സമ്മർദ്ദമാണ് അത്യഹം എന്ന് പറയുന്നത്. ഒരു സമ്മർദ്ദമാണ്. അപ്പോൾ ഈ അത്യഹത്തിൽ നിന്ന് ഈഗോയാണ് എന്ത് ചെയ്യുന്നത്? നമ്മളെ സംരക്ഷിക്കുന്നത്. അപ്പോൾ ഈ ഒരു രണ്ട് ഘട്ടങ്ങൾ, ഇതിൽ നിന്നും അത്യഹത്തിൽ നിന്നും നമ്മൾ സംരക്ഷിക്കുന്നതാണ് അഹം എന്നതാണ്. ഇനി പ്രായോഗിക തത്വത്തിൽ അധിഷ്ഠിതം, അല്ലെ, യാഥാർത്ഥ്യ തത്വം അല്ലെങ്കിൽ പ്രായോഗിക തത്വത്തിലാണ് എന്തധിഷ്ഠിതം? അഹം എന്ന് പറയുന്നത്. ഇപ്പം ഇത് കാരണമുണ്ടാകുന്ന വൈകാരിക ത്വരയെ പ്രായോഗിക തലത്തിലേക്ക് കൈകാര്യം ചെയ്യാനായിട്ട് ആർക്ക് സാധിക്കും? ഈഗോയ്ക്ക് സാധിക്കും. ഇതുമൂലമുണ്ടാകുന്ന വൈകാരിക ത്വര, അല്ലെ, നമുക്കുണ്ടാകുന്ന വൈകാരിക ത്വരയെ പ്രായോഗിക തലത്തിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന ആർക്കാണ്? അഹത്തിനാണ് കൈകാര്യം ചെയ്യാൻ. അപ്പോൾ നമ്മുടെ മനുഷ്യ മനസ്സിൻ്റെ പോലീസ് ഫോഴ്സ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. മനുഷ്യ മനസ്സിൻ്റെ പോലീസ് ഫോഴ്സ് അല്ലെങ്കിൽ വ്യക്തിത്വത്തിൻ്റെ പാലകൻ, മനുഷ്യ മനസ്സിൻ്റെ പോലീസ് ഫോഴ്സ് അല്ലെങ്കിൽ വ്യക്തിത്വത്തിൻ്റെ പാലകൻ എന്നറിയപ്പെടുന്ന ആരാണ്? അഹമാണ്. മനുഷ്യ മനസ്സിൻ്റെ പോലീസ് ഫോഴ്സ് അല്ലെങ്കിൽ വ്യക്തിത്വത്തിൻ്റെ പാലകൻ എന്നറിയപ്പെടുന്നതാണ് ഈഗോ. ഇനി ഇതിൻ്റെ ശക്തമായ പ്രാകൃത ചോദനകളും സൂപ്പർ ഈഗോയുടെ ശക്തമായ നിയന്ത്രണം. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്കത് വേണം ആഗ്രഹങ്ങളാണ് ഇതിന് മുഴുവൻ. ഇനി സൂപ്പർ ഈഗോ ആണെങ്കിൽ മുഴുവൻ നിയന്ത്രണങ്ങളാണ്. ഇതിൽ മൊത്തം ആഗ്രഹങ്ങൾ. ഇതിലെന്താണ്? ഒരു ഓവറായിട്ടുള്ള നിയന്ത്രണമാണ്. ഇതിനെ രണ്ടിനെയും സന്തുലനത്തിലെത്തിക്കുന്നതാണ് അഹം എന്ന് പറയുന്നത്. അപ്പോൾ ഈഗോയും അല്ലെ, ഇതിന് രണ്ടിനെയും ഇതിനെയും അദ്ദേഹത്തിൻ്റെയും സന്തുലനത്തിലെത്തിക്കുന്നതാണ് ഈഗോ എന്ന് പറയുന്നത്. ഈഗോവും താരതമ്യം ചെയ്യാനായിട്ട് ഇതിനെ കുതിരയെ നിയന്ത്രിക്കുന്ന കുതിരക്കാരനോടുമാണ് നമ്മുടെ ഉപമിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞ കുതിരയും അഹം എന്ന് പറയുന്നത് എന്താണ്? കുതിരക്കാരനാണ് കുതിരയെ നിയന്ത്രിക്കുന്നത്. അടുത്തതാണ് അത്യഹം അല്ലെങ്കിൽ സൂപ്പർ ഈഗോ. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ നമ്മുടെ അത്യഹം എന്ന് പറഞ്ഞാൽ മനുഷ്യ മനസ്സിൽ ഈഗോയുടെ തന്നെ ഒരു ഈഗോ തന്നെയാണ്. അതിൻ്റെ ഒരു പരിണത രൂപമാണ് അത്യഹം എന്ന് പറയുന്നത്. ഇത് ഭയങ്കരമായിട്ട് നിയന്ത്രിക്കുകയാണ്, അല്ലേ. ഇതിലെന്താണ് പ്രധാനം? സാമൂഹിക യാഥാർത്ഥ്യങ്ങളുമായി ബന്ധപ്പെട്ട് ധാർമ്മികമായിട്ടൊക്കെ ചിന്തിക്കുന്നതാണ് അത്യഹം എന്ന് പറയുന്നത്. അപ്പോൾ സാമൂഹിക യാഥാർത്ഥ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഈഗോയ്ക്ക് ഉണ്ടാകുന്ന അനുഭവങ്ങളിൽ നിന്ന് വികസിക്കുന്നതാണ് ഇത് അത്യഹം. അപ്പോൾ ഈഗോയിൽ നിന്ന് വികസിക്കുന്നതാണ് അത്യഹം. ഈഗോയിലെ സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഈഗോയിലെ അനുഭവങ്ങളിൽ നിന്ന് വികസിക്കുന്നതാണ് അത്യഹം എന്ന് പറയുന്നത്. അതുപോലെ ഇതിന് വിപരീതമാണ്. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? വെറും ആഗ്രഹങ്ങളും വികാരങ്ങളും മാത്രമാണ്. ഇതിലെന്താണ് പറയുന്നത്? ഒരു സന്യാസമാർഗം, ഒരു ധാർമ്മികത, എല്ലാത്തെയും നിയന്ത്രിക്കുന്നതാണ് അത്യഹം എന്ന് പറയുന്നത്.
അപ്പോൾ പരിപൂർണതയ്ക്ക് വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഇത് അത്യഹം, അല്ലേ? ഒരു പരിപൂർണതയ്ക്ക് വേണ്ടിയിട്ടുള്ള, അല്ലെ, മൊത്തം ധാർമ്മികമായിട്ട് മൊത്തം എന്ത് ചെയ്യണം, നല്ല കാര്യങ്ങൾ മാത്രം അത് ചെയ്യുന്നതാണ് അത്യഹം എന്ന് പറയുന്നത്. ഒരു പരിപൂർണതയാണ് അത്യഹത്തിൻ്റെ വരുന്നത്. എന്താണ് അത്യഹത്തിൽ? എന്താണ് ഒരു പരിപൂർണതയ്ക്കാണ് പ്രാധാന്യം. പരിപൂർണതയിലെത്താൻ വേണ്ടിയിട്ട് ഉള്ള ശ്രമമാണ് ഈ അത്യഹത്തിൽ നടക്കുന്നത്. പരിപൂർണനാകാനായിട്ടുള്ള ശ്രമമാണ്. അപ്പോൾ സാമൂഹിക നന്മയാണ് എന്തിൻ്റെ ലക്ഷ്യം? ഈ അത്യഹത്തിൻ്റെ സാമൂഹിക നന്മയാണ് അത്യഹത്തിൻ്റെ ലക്ഷ്യം. അതുപോലെ മനസ്സിലെ ശരിയും തെറ്റും ഒക്കെ നിയന്ത്രിക്കുന്നത് ആരാണ്? ഈ അത്യഹമാണ്. സാൻമാർഗികമായ അതുപോലെ സാംസ്കാരികവുമായ അനുഭവങ്ങളുമായിട്ട് ആണ് എന്ത് ചെയ്തിരിക്കുന്നത്? സൂപ്പർ ഈഗോ. സാൻമാർഗികമായും സാംസ്കാരികമായും അനുബന്ധനം ചെയ്യപ്പെട്ട മാനസികാവസ്ഥയാണ് ഈ ഒരു അത്യഹത്തിൽ വരുന്നത്. സാമൂഹിക യാഥാർത്ഥ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഈഗോയ്ക്കുണ്ടാകുന്ന അനുഭവങ്ങളിൽ നിന്നും എന്ത് വികസിപ്പിച്ചു തരുന്നത്? അത്യഹം ഉണ്ടാകുന്നത്. അതായത് പരിപൂർണതയിലേക്ക് നയിക്കുകയാണ് അത്യഹത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി സമൂഹം അംഗീകരിച്ചിട്ടുള്ള സാൻമാർഗിക മാനദണ്ഡങ്ങളനുസരിച്ച് മാത്രമേ എന്ത് പ്രവർത്തിക്കുകയുള്ളൂ? അത്യഹം സമൂഹത്തിൽ അംഗീകരിച്ചിട്ടുള്ള സാൻമാർഗിക മാനദണ്ഡം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഏതാണ്? അത്യഹമാണ്. അപ്പോൾ സൂപ്പർ ഈഗോ പ്രവർത്തിക്കുന്ന ഏത് തത്വം അനുസരിച്ചാണെന്ന് ചോദിച്ചാൽ ഏത് പറയും? അത് സാൻമാർഗിക തത്വമാണ്. സൂപ്പർ ഈഗോ എന്താണ്? സാൻമാർഗിക തത്വമാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് സുഖതത്വമാണ്. യാഥാർത്ഥ്യബോധം ഏതാണ്? അഹം എന്നത് ധാർമ്മിക ബോധം അല്ലെങ്കിൽ യാഥാർത്ഥ്യബോധം. അത്യഹം എന്ന് പറയുന്നതാണ് സാൻമാർഗിക തത്വം അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമ്മളൊരു തെറ്റ് ചെയ്താൽ നമുക്ക് മനസാക്ഷി കുത്തു തോന്നും, അല്ലേ? അത് അനുഭവപ്പെടുകയാണെങ്കിൽ ആ വ്യക്തിയുടെ സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞാൽ എന്താണ്? ശക്തമാണ്. എന്നാൽ മനസാക്ഷി കുത്തു തോന്നുന്നില്ല, ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു ദുഃഖവും തോന്നുന്നില്ലെങ്കിൽ എന്താണ്? സൂപ്പർ ഈഗോ ദുർബലമാണ്. അപ്പോൾ സൂപ്പർ ഈഗോ ശക്തമായിട്ടുള്ള ഒരാൾക്ക് എന്തായിരിക്കും? തെറ്റ് ചെയ്താൽ മനസാക്ഷി കുത്ത് തോന്നുമെന്നാണ്. അപ്പം അതാണ് സൂപ്പർ ഈഗോയുടെ തത്വം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ തെറ്റ് ചെയ്താൽ നമുക്ക് ഭയങ്കര കുറ്റബോധമായിരിക്കും, ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ. അതാണ് സൂപ്പർ ഈഗോ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരാളിൽ സംഭവിക്കുന്നത്. അപ്പം ഇത് സുഖതത്വം, അതുപോലെ ഈഗോ യാഥാർത്ഥ്യ തത്വം, സൂപ്പർ ഈഗോ സാൻമാർഗിക തത്വം. അപ്പോൾ നമ്മുടെ ഫ്രോയിഡ് മനോവിശ്ലേഷണ സമീപനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ പൊതുവായിട്ട് മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത്. ഏതൊക്കെയാണെന്ന് വ്യക്തിത്വവും ആ വ്യക്തിത്വത്തിൻ്റെ ചലനാത്മകമായിട്ടുള്ള സിദ്ധാന്തവും, അതുപോലെ രണ്ടാമത്തേതാണ് വ്യക്തിത്വത്തിൻ്റെ ഘടനയുമായിട്ട് ബന്ധപ്പെട്ടത്. അപ്പോൾ അതിൽ നമ്മൾ വ്യക്തിത്വത്തിൻ്റെ ചലനാത്മക സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് 3 തലങ്ങൾ പഠിച്ചു. ഏതൊക്കെയാണ്? ബോധതലം, ബോധമണ്ഡലം, ഉപബോധ മനസ്സ്, അതുപോലെ ആ ബോധമനസ്സ്. വ്യക്തിത്വത്തിൻ്റെ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട് ഘടനയുമായി ബന്ധപ്പെട്ട് 3 പഠിച്ചു. ഇത് ഈഗോ, സൂപ്പർ ഈഗോ. മൂന്നാമതാണ് വ്യക്തിത്വത്തിൻ്റെ മനോലൈംഗിക വികാസ ഘട്ടങ്ങൾ. ഇതിൽ 5 ഘട്ടങ്ങളാണ് ഫ്രോയിഡ് പറയുന്നത്. എന്തൊക്കെയാണ്? 5 ഘട്ടങ്ങളായിട്ടാണ് ഇതിൽ പറയുന്നത്. ഒന്നാമത്തത് വദനഘട്ടം. മനോലൈംഗിക വികാസന ഘട്ടത്തിൽ 5 ഘട്ടങ്ങളുണ്ട്. വദനഘട്ടം അല്ലെങ്കിൽ ഓറൽ സ്റ്റേജ്, ഗുദഘട്ടം അല്ലെങ്കിൽ ആനൽ സ്റ്റേജ്, ലിംഗഘട്ടം അല്ലെങ്കിൽ ഫാലിക് സ്റ്റേജ്, നിർലീനഘട്ടം അല്ലെങ്കിൽ ലേറ്റൻസി സ്റ്റേജ്, ജനനേന്ദ്രിയ ഘട്ടം അല്ലെങ്കിൽ ജെനിറ്റൽ സ്റ്റേജ്. വദനഘട്ടം, ഗുദഘട്ടം, ലിംഗഘട്ടം, നിർലീനഘട്ടം, ജനനേന്ദ്രിയ ഘട്ടം. ഇങ്ങനെ 5 ഘട്ടങ്ങളാണ് മൂന്നാമത്തെ ഭാഗത്തിൽ ഉള്ളത്. അപ്പോൾ മനോലൈംഗിക വികാസഘട്ടം അല്ലെങ്കിൽ സ്റ്റേജസ് ഓഫ് സൈക്കോ സെക്ഷുവൽ ഡെവലപ്മെൻറ്റ്. ഇതിൽ നമുക്കറിയാം ലിബിഡോ എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈംഗിക തൃഷ്ണയാണ്, അല്ലേ? അപ്പോൾ ലിബിഡോയുടെ കേന്ദ്രീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ 5 വികാസ ഘട്ടങ്ങളായി ലിബിഡോയുടെ കേന്ദ്രീകരണം, അല്ലേ? ലിബിഡോ എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈംഗിക തൃഷ്ണയാണ്. അതിൻ്റെ കേന്ദ്രീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ 5 ഘട്ടങ്ങളായിട്ട് ഈ മനോലൈംഗിക ഘട്ടങ്ങൾ 5 എണ്ണമായിട്ടാണ് ഫ്രോയിഡ് വിശദീകരിച്ചിരിക്കുന്നത്. ഓരോ ഘട്ടത്തിലും ശരീരത്തിൻ്റെ ഓരോ പ്രത്യേക ഭാഗത്ത് ലൈംഗിക ചോദനകൾ കേന്ദ്രീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇവയെ ലൈംഗിക ഉത്തേജന മേഖലകൾ എന്നാണ്, അല്ലെങ്കിൽ എന്താണ്, ഈറോജനസ് സോൺ എന്ന് പറയും. ലൈംഗിക ഉത്തേജന മേഖലകൾ എന്നാണ് വിളിക്കുന്നത്. അപ്പം ഓരോ പ്രത്യേക ഭാഗങ്ങളിലായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ലൈംഗിക ചോദനകൾ കേന്ദ്രീകരിച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഫ്രോയിഡ് മുന്നോട്ട് വെച്ച 5 മനോലൈംഗിക വികാസ ഘട്ടങ്ങളാണ് ഈ തന്നിരിക്കുന്നത്. അതിൽ ഒന്നാമത്തതാണ് വദനഘട്ടം അല്ലെങ്കിൽ ഓറൽ സ്റ്റേജ്. ഇത് ജനനം മുതൽ 2 വയസ്സ് വരെയാണ്. വദനഘട്ടം എന്ന് പറയുന്നതാണ് 0 to
2 ഇയേഴ്സ് ആണ്. 0 to 2 ഇയേഴ്സ്, ജനനം മുതൽ 2 വയസ്സ് വരെയുള്ള ഘട്ടം. ഈ ഘട്ടത്തിൽ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ, ഈ ഘട്ടത്തിൽ ശിശുവിന് ഏറ്റവും കൂടുതൽ അനുഭൂതി നൽകുന്നത് അവൻ്റെ വായാണ്, അല്ലേ, ഓറൽ, അല്ലേ, വായാണ്. ഓറൽ എന്ന് കേൾക്കുമ്പോൾ ഓർക്കണം വായാണ്. അപ്പോൾ വായയും അതിനോടനുബന്ധിച്ചിട്ടുള്ള പ്രവർത്തനവുമായിരിക്കും ഈ ഒരു ജനനം മുതൽ 2 വയസ്സ് വരെയുള്ള ഘട്ടത്തിൽ നടക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് കുട്ടി കിട്ടുന്നതെല്ലാം നുകരുകയും വായിൽ വയ്ക്കാനും നുകരാനും ഒക്കെയാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ഇതിനുള്ള അവസരങ്ങൾ വേണ്ടത്ര കിട്ടാതിരുന്നാലോ, മാതാവിൽ നിന്ന് വേണ്ട പരിചരണം ലഭിക്കാതിരുന്നാലോ കുട്ടിക്ക് കുട്ടിക്ക് സ്തംഭനം അല്ലെങ്കിൽ ഫിക്സേഷനാണ് സംഭവിക്കുന്നത്. അപ്പം വ്യക്തിത്വ വളർച്ച മന്ദീഭവിക്കുന്നതാണ് സ്തംഭനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇങ്ങനെ വായിൽ ഓറൽ സ്റ്റേജിൽ അത് കിട്ടാതെ വരുമ്പോൾ കുട്ടിയുടെ വ്യക്തിത്വ വളർച്ചയ്ക്ക് മന്ദീഭവിക്കുകയാണ് ചെയ്യുന്നത്. വ്യക്തിത്വ വളർച്ച മന്ദീഭവിക്കുന്നതാണ് സ്തംഭനം. അപ്പം ശൈശവത്തിൽ കൂടുതൽ പരിചരണവും വായ ഉപയോഗിച്ചുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ അവസരവും സ്വാതന്ത്ര്യവും ലഭിച്ചാൽ പിൽക്കാലത്ത് കുട്ടിക്ക് എന്ത് ചെയ്യും, ആത്മവിശ്വാസവും ശുഭാപ്തി വിശ്വാസവും പ്രകടിപ്പിക്കുമെന്ന് ആര് പറയുന്നു? ഫ്രോയിഡ് പറയുന്നു. രണ്ടാമത്തെ ഘട്ടമാണ് ഗുദഘഷ്ടം അല്ലെങ്കിൽ പൃഷ്ഠഘഷ്ടം എന്നും പറയും. ഘട്ടം എന്നും പറയും. അപ്പം ഇതിനെ അനൽ സ്റ്റേജ് എന്ന് പറയും. ഇത് 2 മുതൽ 3 വയസ്സ് വരെയാണ്. 2 മുതൽ എത്ര വയസ്സ് വരെ? 3 വയസ്സ് വരെ. ഇതെന്ന് പറഞ്ഞാൽ പ്രധാനം എന്താണ്? വായയാണ്, അല്ലേ, വായ. ഇതിലെന്താണ്? മലദ്വാരമാണ്. മലദ്വാരമാണ് അവയവം എന്ന് പറയുന്നത്, മലദ്വാരം. അതുകൊണ്ടാണ് ഗുദഘട്ടം. അപ്പം ഉദ്ദീപന മേഖല ഏതാണ്? മലദ്വാരമാണ്. മറ്റേ വദനഘട്ടത്തിൽ ഏതാണ്? വായാണ്. ഇതിൽ മലദ്വാരമാണ് ഉദ്ദീപന മേഖല എന്ന് പറയുന്നത്. അപ്പം മലമൂത്ര വിസർജനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മാതാപിതാക്കൾ കുട്ടിയെ പരിശീലിപ്പിക്കുന്ന അല്ലെങ്കിൽ ടോയ്ലറ്റ് ട്രെയിനിങ് ഘട്ടമാണ് ഇത് ഗുദഘട്ടം എന്ന് പറയുന്നത്, അല്ലെ. 2 വയസ്സ് 3 വയസ്സ് വരെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? അത് ടോയ്ലറ്റ് ട്രെയിനിങ് കൊടുക്കുകയാണ് കുട്ടിക്ക്. അപ്പോൾ ഈ ഘട്ടത്തിൽ വിസർജ്യം പിടിച്ചു വെച്ചും അല്ലെ പുറത്തേക്ക് തള്ളിയും ഉണ്ടാക്കുന്ന സമ്മർദ്ദത്തിലൂടെ കുട്ടി ആനന്ദം നേടുന്നത്, അല്ലേ. അപ്പോൾ എന്ത് ചെയ്യും? പിടിച്ചു വെക്കുക, അതുപോലെ അതൊക്കെ എന്താണ് ടോയ്ലറ്റ് ട്രെയിനിങ് നൽകുന്ന ഈ ഘട്ടത്തിൽ കടുത്ത നിബന്ധനകൾ അടിച്ചേൽപ്പിച്ചാൽ അതെന്ത് ചെയ്യും? സ്തംഭനത്തിന് കാരണം. അപ്പോൾ നമ്മൾ ഓറൽ സ്റ്റേജിലും പറഞ്ഞു സ്തംഭനാവസ്ഥ ഉണ്ടാകുന്നത്. അപ്പോൾ എല്ലാ ഘട്ടത്തിലും ഒരു സ്തംഭനാവസ്ഥയുണ്ട്. നമ്മളൊന്നും അടിച്ചപ്പോൾ അത് നമ്മൾ എന്താ ചെയ്യുക? ശുചിത്വത്തെക്കുറിച്ചും ചിട്ടവട്ടങ്ങളെക്കുറിച്ചുമുള്ള അമിതമായ ഉത്കണ്ഠയായിട്ട് അത് പിന്നീട് എന്ത് ചെയ്യും? കുട്ടിയിൽ വരും. അതാണ് നമ്മൾ ഒരുപാട് അടിച്ചേൽപ്പിക്കാതെ കുട്ടിയെ വളരെ നല്ല രീതിയിൽ തന്നെ കുട്ടിയെ നമ്മൾ എന്ത് ചെയ്യുക? ഓരോ കാര്യങ്ങളും ട്രെയിൻ ചെയ്യിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ടോയ്ലറ്റ് ട്രെയിനിൻ്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയും ഇല്ലാതിരുന്നാൽ കുട്ടി മുതിർന്നു കഴിഞ്ഞാലും ചിട്ടയില്ലാത്ത കാര്യങ്ങളിൽ ഉണ്ടാകും. അപ്പോൾ നമ്മൾ ശ്രദ്ധ കൊടുത്ത് വളരെ നിയന്ത്രിച്ച് കൊണ്ടുപോകും. അടുത്ത ഘട്ടമാണ് ലിംഗഘട്ടം എന്ന് പറയുന്നത്. ലിംഗഘട്ടം എന്ന് പറയുമ്പോഴത്തേക്കും ഈ ലൈംഗിക അവയവ ഘട്ടമാണ്, അല്ലെങ്കിൽ ഫാലിക് സ്റ്റേജ് എന്ന് പറയും. ഇത് 3 വയസ്സ് മുതൽ 5 വയസ്സ് വരെയാണ്. എത്ര വയസ്സ് മുതലാണ്? 3 മുതൽ 5 വയസ്സ് വരെയാണ്. ഇത് ലിംഗഘട്ടം അല്ലെങ്കിൽ എന്ത് പറയും? ഫാലിക് സ്റ്റേജ് എന്ന് പറയും. ഇവിടെ എന്താ പറയുന്നത്? ആൺ പെൺ വ്യത്യാസം തിരിച്ചറിയുന്ന വികാസഘട്ടമാണ് ലിംഗഘട്ടം, അല്ലെ. ആണ് പെണ്ണ് എന്നുള്ള ഒരു വ്യത്യാസം, ആൺകുട്ടി പെൺകുട്ടി എന്നുള്ളൊരു വ്യത്യാസം തിരിച്ചറിയുന്ന ഘട്ടമാണ് ലിംഗഘട്ടം എന്ന് പറയുന്നത്. ഇവിടെ ഉദ്ദീപന മേഖല ഏതാണ്? ലൈംഗിക അവയവങ്ങളാണ്, അല്ലെ. ലൈംഗിക അവയവങ്ങളാണ് ഇവിടെ എന്താ പറയുന്നത്? ഉദ്ദീപന മേഖലയായിട്ട് വരുന്നത്. ഉദ്ദീപന മേഖല ഏതാണ്? ലൈംഗിക അവയവങ്ങളാണ്. ലൈംഗിക വികാരങ്ങൾ ആദ്യമായിട്ട് ഉടലെടുക്കുന്ന ഘട്ടമാണ് ഇത് ലിംഗഘട്ടം. ലൈംഗിക വികാരങ്ങൾ ആദ്യമായിട്ട് ഉടലെടുക്കുന്ന ഘട്ടം ഏതാണ്? ഈ ലിംഗഘട്ടം. ലൈംഗിക വികാരങ്ങൾ ആദ്യമായിട്ട് ഉടലെടുക്കുന്ന ഘട്ടം ഏതാണ്? ഈ ലിംഗഘട്ടത്തിലാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ലിംഗഘട്ടത്തിൽ കാണപ്പെടുന്ന 2 പ്രത്യേകതകളാണ് ഇതൊക്കെയാണെന്ന് പിതൃകാമനയും മാതൃകാമനയും. നമുക്കറിയാം എന്താണ്? ഇലക്ട്ര കോംപ്ലക്സ്, ഈഡിപ്പസ് കോംപ്ലക്സ് എന്നൊക്കെയാണ് നമ്മൾ അതിനെ വിശേഷിപ്പിക്കുന്നത്, അല്ലേ. അപ്പോൾ ഈ ഒരു ലിംഗഘട്ടത്തിൽ ഉണ്ടാകുന്ന ആണ് ഇത് പിതൃകാമനയാണ് ഇലക്ട്ര കോംപ്ലക്സും ഈഡിപ്പസ് കോംപ്ലക്സ്. ഈഡിപ്പസ് ഇലക്ട്ര കോംപ്ലക്സ് അതെന്ന് പറഞ്ഞാൽ എന്താണ്? പിതൃകാമനയാണ്. ഇലക്ട്ര കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പിതൃകാമനയാണ്, അല്ലേ. ഒരു കുട്ടിക്ക് ഇപ്പോൾ പെൺകുട്ടിക്കാണെങ്കിൽ പിതാവിനോട് കൂടുതൽ ഇഷ്ടം തോന്നും, അല്ലേ. അപ്പോൾ പിതൃകാമനയും, അതുപോലെ ആൺകുട്ടിയാണെങ്കിൽ എന്ത് ചെയ്യും? മാതാവിനോട് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഈഡിപ്പസ് കോംപ്ലക്സ്, ഇലക്ട്ര കോംപ്ലക്സും ഈഡിപ്പസ്. അപ്പം ഒരു പെൺകുട്ടിക്ക് അച്ഛനോട് തോന്നുന്ന ഇഷ്ടമാണ് ഇലക്ട്ര കോംപ്ലക്സ്. ഈഡിപ്പസ് എന്താണ്? ഒരു ആൺകുട്ടിക്ക് അമ്മയോട് തോന്നുന്ന ഇഷ്ടമാണ് ഈഡിപ്പസ് കോംപ്ലക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും ഏത് ഘട്ടത്തിലാണ്? ലിംഗഘട്ടത്തിലാണ് തോന്നുന്നത്.
അപ്പോൾ ഈ കാലഘട്ടത്തിലെ പ്രത്യേകതകളെ കാണിക്കാനായിട്ട് സിഗ്മണ്ട് ഫ്രോയിഡ് ആവിഷ്കരിച്ച 2 ആശയങ്ങളാണ് ഈഡിപ്പസ് കോംപ്ലക്സും ഇലക്ട്ര കോംപ്ലക്സും. അപ്പോൾ ആൺകുട്ടിക്ക് മാതാവിനോട് വൈകാരികമായ സ്നേഹവും അഭിനിവേശവും പിതാവിനോട് അസൂയയും ശത്രുതയും ഉണ്ടാകുന്ന ഒരു മാനസിക സംഘർഷമാണ് ഇത് മാതൃകാമന അല്ലെങ്കിൽ ഈഡിപ്പസ് കോംപ്ലക്സ് എന്ന് പറയുന്നത്. അതിൽ പെൺകുട്ടിക്ക് പിതാവിനോട് തോന്നുന്നതാണ് ഇലക്ട്ര കോംപ്ലക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോംപ്ലക്സുകൾ ഉയർത്തുന്ന മാനസിക സംഘർഷത്തിൽ വിജയകരമായ പരിഹാരം കാണുക എന്നത് ആരോഗ്യകരമായ ഒരു വ്യക്തിത്വ വികാസത്തിൽ നിർണായക സ്വാധീനം ചെലുത്തുന്നുവെന്നും ആര് പറയുന്നുണ്ട്? ഫ്രോയിഡ് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഇലക്ട്ര കോംപ്ലക്സിലോ അതുപോലെ ഈഡിപ്പസ് കോംപ്ലക്സിലോ ഒരു കുട്ടി എന്ത് ചെയ്യണം? പരമാവധി അത് നിയന്ത്രിച്ച് പരമാവധി ഒരു വ്യക്തിത്വത്തിൽ ഒരു എന്ത് ചെയ്യണം? മാറ്റങ്ങൾ നിർണായക സ്വാധീനം ഇത് ചെലുത്തുന്നുണ്ടെന്ന് ആരാണ് അഭിപ്രായപ്പെടുന്നത്? ഫ്രോയിഡ് പറയുന്നത്. അപ്പോൾ ഈ ഒരു സംഘർഷ ഘട്ടമാണ് അല്ലേ? ഈ ഘട്ടത്തിൽ നല്ല രീതിയിൽ പരിഹാരം കാണുകയും വിജയകരമായിട്ട് പരിഹാരം കാണുക എന്നത് നമ്മുടെ ആരോഗ്യകരമായ വ്യക്തിത്വത്തിൻ്റെ വികാസത്തെ സ്വാധീനിക്കുന്ന ഘടകമാണ്. അടുത്ത ഘട്ടമാണ് നിർലീന ഘട്ടം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അന്തർലീന ഘട്ടം അല്ലെങ്കിൽ ലേറ്റൻസി സ്റ്റേജ് എന്ന് പറയും. ഇത് 5 വയസ്സ് മുതൽ 12 വയസ്സ് വരെയാണ്. 5 മുതൽ 12 വയസ്സ് വരെയാണ് നിർലീന ഘട്ടം. 5 മുതൽ 12 വയസ്സ് വരെയാണ് നിർലീന ഘട്ടം എന്ന് പറയുന്നത്. ഈ നിർലീന ഘട്ടം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വലിംഗത്തിൽപ്പെട്ട സമപ്രായക്കാരുമായി കൂട്ടുകൂടി കളിക്കാൻ താല്പര്യം കാണിക്കും. നമുക്കറിയാം ഈ ഒരു 5-12 വയസ്സിലുള്ള കുട്ടികൾ, അപ്പോൾ ആൺകുട്ടികളാണെങ്കിൽ ആൺകുട്ടികളോട് കൂടിയേ കളിക്കാനാണ് അവർക്ക് ഇഷ്ടം. പെൺകുട്ടികളാണെങ്കിൽ പെൺകുട്ടികളോട് കൂടെ കളിക്കാനാണ് ഇഷ്ടം. ആൺകുട്ടികൾ ഇച്ചിരി ഓടിച്ചാടി കളിക്കുന്നവരുണ്ട്, പെൺകുട്ടികൾ അടങ്ങിയിരുന്ന് കളിക്കുന്നവരുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ കളിക്കാനാണ് അവർക്ക് ഇഷ്ടം തോന്നുന്ന ഘട്ടമാണിത് നിർലീന ഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ഈറോജിനസ് സോൺ താൽക്കാലികമായി ഇവിടെ എന്ത് ചെയ്യും? അപ്രത്യക്ഷമാകും. അപ്പോൾ ഈറോജിനസ് സോൺ എവിടെ വെച്ച് അപ്രത്യക്ഷമാകും? താൽക്കാലികമായിട്ടാണ് അപ്രത്യക്ഷമാകുന്നത്. നിർലീന ഘട്ടം വരുമ്പോൾ ഈറോജനിക് സോൺ എന്ത് ചെയ്യും? ഈറോജിനസ് സോൺ താൽക്കാലികമായിട്ട് ഇവിടെ അപ്രത്യക്ഷമാകും. ഇവിടെ പ്രത്യേകിച്ച് ഉദ്ദീപന മേഖലകളൊന്നും തന്നെ ഇല്ല. അപ്പോൾ ഒരു നിർലീന ഘട്ടത്തിൽ പ്രത്യേകിച്ച് ഉദ്ദീപന മേഖലകളൊന്നും ഇല്ലാത്ത ഘട്ടമാണ് നിർലീനമാണ് അല്ലേ? അപ്പോൾ നിർലീന ഘട്ടത്തിൽ ഉദ്ദീപന മേഖലകളില്ല. അതുപോലെ ഈറോജിനസ് സോൺ അപ്രത്യക്ഷം താൽക്കാലികമായിട്ട് ഇനി വികാരങ്ങളെല്ലാം ഒളിഞ്ഞിരിക്കുന്ന ഘട്ടമാണിത് അന്തർലീനമായിരിക്കും. വികാരങ്ങളെല്ലാം ഒളിഞ്ഞിരിക്കുന്ന ഘട്ടമാണ് നിർലീന ഘട്ടം എന്ന് പറയുന്നത്. അടുത്ത ഘട്ടമാണ് ജനനേന്ദ്രിയ ഘട്ടം അല്ലെങ്കിൽ ലൈംഗിക ഘട്ടം അല്ലെങ്കിൽ ജെനിറ്റൽ സ്റ്റേജ് എന്ന് പറയും. ഇത് 12 വയസ്സിന് മുകളിലാണ്. 12 വയസ്സിന് മുകളിലോട്ടുള്ള ഘട്ടമാണിത് ജനനേന്ദ്രിയ ഘട്ടം എന്ന് പറയുന്നത്. ഈ ഘട്ടത്തിൽ വീണ്ടും ഈറോജനസ് സോൺ എന്ത് ചെയ്യും? വീണ്ടും ലൈംഗിക അവയവങ്ങളെ കേന്ദ്രീകരിക്കും. അപ്പോൾ ഈറോജനസ് സോൺ വീണ്ടും എന്ത് ചെയ്യും? ലൈംഗിക അവയവങ്ങളെ കേന്ദ്രീകരിക്കും. അപ്പോൾ ഈറോജനസ് സോൺ നിർലീന ഘട്ടത്തിൽ അപ്രത്യക്ഷമായിട്ട് വീണ്ടും എന്ത് ചെയ്യും? അടുത്ത ഘട്ടത്തിൽ അത് വീണ്ടും ഉയർന്നു വരും. ഈ ഘട്ടത്തിൽ ലൈംഗിക പക്വത നേടുന്നതിനാൽ സ്ത്രീ പുരുഷ ബന്ധങ്ങളിൽ മുതിർന്നവരുടേതും പോലെയുള്ള സമീപനമായിരിക്കും കുട്ടി പ്രകടിപ്പിക്കുക. അപ്പോൾ എന്ത് ചെയ്യും? വലിയവർ കാണിക്കുമ്പോൾ കുട്ടി എന്ത് ചെയ്യും? ഒരു 12 വയസ്സിന് മുകളിലോട്ടുള്ള കുട്ടികൾ എന്ത് ചെയ്യും? വലിയവർ കാണിക്കുന്ന ഒരു പക്വതയൊക്കെ കാണിക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ ശാരീരിക മാറ്റങ്ങൾ മൂലം എതിർലിംഗത്തിൽപ്പെട്ടവരോടുള്ള താല്പര്യം എന്ത് ചെയ്യും? വളരുന്ന ഘട്ടമാണ്. അപ്പോൾ മറ്റുള്ളവരോട് എതിർലിംഗത്തിലുള്ള, അപ്പോൾ ഒരു സ്ത്രീക്ക് ഒരു പുരുഷനോട് ആകർഷണം തോന്നുന്ന ഘട്ടമാണ് ഇത് ജനനേന്ദ്രിയ ഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ എതിർലിംഗത്തോടാണ് ഈ ഘട്ടത്തിൽ താല്പര്യം കാണുക. അപ്പോൾ നിർലീന ഘട്ടത്തിൽ നമ്മൾ പറഞ്ഞതാണ് സ്വലിംഗക്കാരുമായിട്ട് കളിക്കാൻ തോന്നും. ഈ ഘട്ടം വരുമ്പോൾ എന്ത് ചെയ്യും? എതിർലിംഗത്തോടൊരു താല്പര്യം തോന്നുന്ന ഘട്ടമാണിത് ജനനേന്ദ്രിയ ഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ സിഗ്മണ്ട് ഫ്രോയിഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. അപ്പം നമ്മൾ ഇന്ന് പഠിച്ചത് സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ മനോവിശ്ലേഷണ സമീപനം എന്ന് പറയുന്ന അല്ലെങ്കിൽ സൈക്കോ അനാലിസിസ് അപ്രോച്ച് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. ഇതുമായി ബന്ധപ്പെട്ട് 3 വ്യക്തികളെക്കുറിച്ച് നമ്മൾ പഠിച്ചിരുന്നു. കാൾ യുങ്, ആൽഫ്രഡ് അഡ്ലർ, വില്യം റീച്ച്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഈ ഒരു സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ മനോവിശ്ലേഷണ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ പൊതുവെ 3ആയിട്ട് തിരിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അന്ന് എന്താണ്? വ്യക്തിത്വത്തിൻ്റെ ചലനാത്മകതയെ സംബന്ധിച്ച സിദ്ധാന്തം, അതുപോലെ അതിലാണ് മനസ്സിൻ്റെ 3 തലങ്ങൾ വരുന്നത്. രണ്ടാമത്തത് വ്യക്തിത്വത്തിൻ്റെ ഘടനയെക്കുറിച്ചുള്ള സിദ്ധാന്തം, തിയറി ഓഫ് പേഴ്സണാലിറ്റി സ്ട്രക്ചർ. അതിലാണ് നമ്മുടെ എന്ത് പറയുന്നത്? ഇത് ഈഗോ, സൂപ്പർ ഈഗോ എന്ന് പറയുന്ന ഘടന വരുന്നത്. മൂന്നാമതാണ് മനോലൈംഗിക വികാസ സങ്കല്പങ്ങൾ. അതിലാണ് നമ്മൾ 5 ഘട്ടങ്ങൾ പഠിച്ചു. വദനഘട്ടം, ബുധഘട്ടം, ലിംഗഘട്ടം, നിർലീന ഘട്ടം, ജനനേന്ദ്രിയ ഘട്ടം എന്നിങ്ങനെ നമ്മളിന്ന് LPUP എക്സാമിനോടനുബന്ധിച്ചിട്ടുള്ള ടോപ്പിക്കാണ് വിശ്ലേഷണ സിദ്ധാന്തം എന്ന ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അടുത്ത ടോപ്പിക്ക് നമ്മൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് കാണും വരെ താങ്ക് യു.